നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോറ്റി തന്ത്രി സാമ്പത്തിക ഇടപാടിൽ വിശദ അന്വേഷണത്തിന് SIT. തന്ത്രി കണ്ഠരർ രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന. തന്ത്രിയെ ദ്വാരപാലക ശില്പ കേസിലും പ്രതിയാക്കും. കേസിൽ മുഖ്യപ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ED. തന്ത്രിയുടെ വക്കാലത്ത് UDF ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് MP ഗോവിന്ദൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF-നും LDF-നുമെതിരെ സമരത്തിനൊരുങ്ങി BJP. BJP-യുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിടാൻ അമിത്ഷാ കേരളത്തിൽ. നാളെയും RRG ഭവനിലെ കോർ കമ്മിറ്റി യോഗത്തിലും സംസ്ഥാന നേതൃയോഗത്തിലും പങ്കെടുക്കും. CPM-മായി ഇടഞ്ഞ ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ BJP-യിലേക്ക്. UDF-ന്റെ തിരിച്ചുവരവിന് കേരളത്തിൽ കളമൊരുങ്ങിയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF ഭരണത്തിലെത്തിയാൽ പുതിയ വികസന സംരംഭങ്ങളിൽ പ്രവാസികളെ സജീവമായി പങ്കാളികളാക്കുമെന്ന് VD സതീശൻ. വിവിധ പഠന കോഴ്സുകളും തൊഴിൽ രീതികളും കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നും പ്രഖ്യാപനം. ഖത്തറിലെ ഇൻഗാസ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയുടെ പേര് വിവാദത്തിന് വിരാമം. ഡാലിയ എന്ന പേരുമാറ്റി വേദി 15-ന് താമരയെന്ന് നൽകി. സ്വാഗതാർഹമെന്ന് BJP. ആർക്കും വഴങ്ങിയിട്ടല്ല മാറ്റമെന്ന് V. ശിവൻകുട്ടി. കരൂർ ദുരന്തത്തിൽ അന്വേഷണം ഊർജിതമാക്കി CBI. വിജയുടെ പ്രചരണ വാഹനം കസ്റ്റഡിയിലെടുത്തു. വിജയ് ചിത്രം ജനനായകന് UA സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിൽ സുപ്രീം കോടതിയെ സമീപിച്ച നിർമ്മാതാക്കൾ. ഒരുമിച്ച് ശബ്ദമുയർത്തേണ്ട സമയമെന്ന് സെൻസർ ബോർഡിനെതിരെ കമൽഹാസൻ. വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരർ രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധനയുമായി SIT. DYSP സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പോറ്റി തന്ത്രി സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് SIT സംഘം. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധന നടത്തിയത്. 3 മണിയോടെയായിരുന്നു SIT സംഘം പോലീസ് അകമ്പടിയോടെ തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലുണ്ടായിരുന്ന അകന്ന ബന്ധുക്കളെയും SIT പുറത്താക്കി. ആരെയും കടത്തിവിടരുത് എന്ന SIT-യുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. ശബരിമലയിലേക്ക് പോറ്റിക്ക് വഴിയൊരുക്കിയത് തന്ത്രിയാണെന്നാണ് SIT-യുടെ കണ്ടെത്തൽ. ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ ഒത്താശ ചെയ്ത് ആചാരലംഘനത്തിന് മൗന അനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നിങ്ങനെയാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കേസിലെ 13-ാം പ്രതിയാണ് തന്ത്രി. തന്ത്രി കണ്ഠരർ രാജീവരെ ദ്വാരപാലക ശില്പ കേസിലും പ്രതി ചേർക്കും. ചൊവ്വാഴ്ച കോടതിയിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കും. ED തിങ്കളാഴ്ച പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷയും നൽകും. തന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നത് ദേവസ്വം മാനുവലിൽ വ്യക്തമാണ്. ചട്ടപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കേണ്ട കർത്തവ്യം അധികൃതരെ പോലെ തന്നെ തന്ത്രിക്കുമുണ്ട്. അതിൽ കുറ്റകരമായ അനാസ്ഥ വരുത്തിയെന്ന് തെളിഞ്ഞതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തന്ത്രി കണ്ഠരർ രാജീവർക്കായി തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. ED-യും മുഖ്യപ്രതി അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. പോറ്റി ശബരിമലയിലെത്തിയത് തന്ത്രി വഴിയാണ്. ഇതുവഴി ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കാനാണ് SIT തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ എന്നിവരെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് നീക്കം. നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനാണ് ED-യുടെ നീക്കം. SIT പ്രതിയാക്കിയ എല്ലാവരെയും ED-യും പ്രതി ചേർക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ED അന്വേഷണം നടത്തുന്നത്. 2019-ലെ സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നതെങ്കിലും 2025 വരെയുള്ള എല്ലാ സംഭവങ്ങളും ED-യുടെ അന്വേഷണ പരിധിയിൽ വരും. ചൊവ്വാഴ്ച തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഏതൊരു വിശ്വാസിയെയും വേദനിപ്പിക്കുന്നതാണ് തന്ത്രിയുടെ അറസ്റ്റ് എന്ന് MK രാഘവൻ MP. ആരെയെങ്കിലും രക്ഷിക്കാനാണോ തന്ത്രിയുടെ അറസ്റ്റ് എന്നറിയണം. അതുകൊണ്ട് തന്ത്രി അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് വ്യക്തമാക്കണം. അങ്ങനെയാണെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടാകുമെന്നും MK രാഘവൻ കോഴിക്കോട് പറഞ്ഞു. തന്ത്രിക്ക് ബോർഡിലും ഭരണസമിതിയിലും എന്താണ് കാര്യമെന്നും അദ്ദേഹം ചോദിച്ചു. തന്ത്രിയെ നിങ്ങൾ തൊട്ടാൽ ഉണ്ടാകുന്ന കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഏതൊരു വിശ്വാസിയെയും വേദനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്. ചില ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ കേരളത്തിലെ വിശ്വാസികൾ
കണ്ണടച്ച് നിങ്ങൾ അംഗീകരിക്കില്ല. കാരണം ഈ അറസ്റ്റ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട, വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കിത് എതിരാകും എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് SIT ആണെന്നും UDF തന്ത്രിയുടെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. A. പത്മകുമാറിന്റെ കാര്യത്തിൽ വ്യക്തത വരുമ്പോൾ പാർട്ടി നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. SIT കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ. ഇപ്പൊ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു. അതിപ്പം കോൺഗ്രസ്സുകാർക്ക് കുറച്ച് പ്രശ്നമായി. മാത്രമല്ല നേരത്തെ പാവപ്പെട്ടെ അതാണ് കാര്യം. അതെ, BJPക്ക് രണ്ടാകാൻ പറ്റുന്നില്ല. സോണിയാഗാന്ധിയെ കാണാൻ പോയത് എന്തിനാണ് ഇപ്പൊ പറഞ്ഞില്ലല്ലോ, മറുപടി പറഞ്ഞിട്ടില്ല. പത്മകുമാറിന്റെ പേര് നടപടി എപ്പോഴാണോ വരിക, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണോ ക്ലാരിറ്റി വരുന്നത് അപ്പോൾ വരും. കൃത്യമായിട്ട് ക്ലാരിറ്റി ഞങ്ങൾക്കല്ലാതെ അവർക്കായിട്ടുള്ളത്, അതുകൊണ്ടല്ലേ പിടിച്ചത്. അതൊക്കെ SIT അല്ലേ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളാണോ പറയുന്നത്? ഞങ്ങൾക്കറിയോ ആരാ അതിന്റെ പിന്നിൽ പ്രതി എന്നെല്ലാം? അത് SIT കണ്ടുപിടിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. കോൺഗ്രസ് പറഞ്ഞല്ലേ. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF-നും LDF-നുമെതിരെ സമരത്തിനൊരുങ്ങി BJP. വികസിത കേരളവും വിശ്വാസ സംരക്ഷണവും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഉയർത്തുന്ന അപകട രാഷ്ട്രീയവും വരും ദിവസങ്ങളിൽ കേരളത്തിൽ ചർച്ച ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തന്ത്രിയുടെ അറസ്റ്റ് ജനശ്രദ്ധ തിരിച്ച് CPM മന്ത്രിമാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണെന്ന സംശയമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഞങ്ങൾ പഠിച്ചു. അതെല്ലാം വായിക്കുമ്പോഴും പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ്, ഞങ്ങൾക്കൊരു സംശയം, ഈ തന്ത്രിൻ്റെ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണോ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ, അതിനു മുമ്പ് കോൺഗ്രസ് മന്ത്രിമാരെ സംരക്ഷിക്കാനാണെന്നൊരു സംശയം. കാരണം ഉത്തരവാദിത്വം ആരുടെയാണ്? അമ്പലത്തിൻ്റെ സ്വർണം, ശബരിമലേൻ്റെ സ്വർണം സംരക്ഷിക്കാനും അതിനെ കൃത്യമായ അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിൻ്റെ ആരുടെ ഉത്തരവാദിത്വമാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDAയുടെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് പ്രധാന ലക്ഷ്യം. നാളെ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. അതിനെ തുടർന്ന് BJP സംസ്ഥാന ജനപ്രതിനിധി സമ്മേളനം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ചേരുന്ന NDA നേതൃയോഗത്തിലും തുടർന്ന് നടക്കുന്ന BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും. BJPയിൽ ചേരുന്നതായി ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ. ഇതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി പ്രവേശനം സംബന്ധിച്ച് BJP നേതൃത്വം പ്രഖ്യാപനം നടത്തും. സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നും S. രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടു സംസാരിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവരുടെ ഒരു കൺക്ലൂഷൻ, ഒരു തീരുമാനങ്ങളോടുകൂടി എത്തിച്ചേരുമ്പോഴാണ് ഫൈനലൈസ് ആവുക. പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല, ഇതേ ഉള്ളൂ കാര്യം. കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കൊച്ചി കോർപ്പറേഷൻ മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ പിന്തുണച്ചുവെന്ന് VK മിനിമോൾ. ലത്തീൻ സമുദായത്തിന്റെ ഉറച്ച ശബ്ദം സമൂഹത്തിന്റെ ഉയർന്നതിന്റെ തെളിവാണ് തന്റെ മേയർ പദവിയെന്നും VK മിനിമോൾ പറഞ്ഞു. കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ജനറൽ അസംബ്ലിയിലാണ് മേയറുടെ പരാമർശം. അതേസമയം മേയറുടെ പരാമർശത്തിൽ തെറ്റില്ല എന്ന് KRLCC അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പ്രതികരിച്ചു. കൊച്ചി മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭാ നേതൃത്വത്തിന്റെ പിന്തുണ തനിക്ക് ലഭിച്ചെന്നായിരുന്നു VK മിനിമോളുടെ വെളിപ്പെടുത്തൽ. ലത്തീൻ സമുദായത്തിന്റെ ഉറച്ച ശബ്ദം സമുദായത്തിനായി സമൂഹത്തിൽ ഉയർന്നതിന്റെ തെളിവാണ് തന്റെ മേയർ പദവിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി മിനിമോൾ പറഞ്ഞു. പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ തനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇതിന് എല്ലാവരോടുമായി നന്ദി പറയുന്നതായും മിനിമോൾ പറഞ്ഞു. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലത്തീൻ സമുദായത്തിൻ്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ ഉയർന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴും അർഹതയ്ക്കപ്പുറമുള്ള പല കാര്യങ്ങളും
പല സ്ഥാനങ്ങളും തീരുമാനിക്കുമ്പോൾ അതിലേക്ക് ഒരു ശബ്ദമുയർത്താൻ നമ്മുടെ സംഘടനാ ശക്തി സാധിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. എനിക്കറിയാം, എനിക്ക് വേണ്ടി എല്ലാ പിതാക്കന്മാരും ജോയ് പിതാവിൻ്റെ ആന്റണി പിതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പിതാക്കന്മാരും എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഞാൻ ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. കൊച്ചിയിൽ നടക്കുന്ന 46ാമത് KRLCC ജനറൽ അസംബ്ലിയിലായിരുന്നു മേയറുടെ പരാമർശം. അതേസമയം VK മിനിമോളുടെ പരാമർശത്തിൽ തെറ്റില്ലെന്ന് KRLCC അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. മിനിമോൾക്ക് സഭ പിന്തുണ നൽകിയിട്ടുണ്ടാകും. സമുദായത്തിലെ ഒരാൾ വളർന്നു വരാൻ പിന്തുണ നൽകുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു സഭാധ്യക്ഷന്റെ പ്രതികരണം. അതിപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലേ. നമ്മുടെ സഭയിലുള്ളവരും ചിലപ്പോൾ സഭയിലുള്ളൊരു വ്യക്തി വളർന്നു വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് ആദ്യം ഉയർന്നു കേട്ട പേര് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റേതായിരുന്നു. അപ്രതീക്ഷിതമായാണ് മിനിമോളെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. എന്നാൽ പിന്നീട് പ്രസ്താവന തിരുത്തി കൊച്ചി മേയർ VK മിനിമോൾ രംഗത്ത് വന്നു. സ്വാഭാവികമായി നന്ദി പറയുക മാത്രമാണ് രാവിലെ KRLCC മീറ്റിംഗിൽ താൻ ചെയ്തത് എന്ന് മിനിമോൾ പറഞ്ഞു. ഓരോ വോട്ടറുമാണ് തന്റെ വിജയശില്പി എന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാ സമുദായത്തിലുമുള്ള വോട്ടർമാരോടുള്ള നന്ദി പറച്ചിൽ മാത്രമാണ് ചെയ്യുന്നത്. എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ തേടിയിരുന്നു. എല്ലാവരുടെയും പിന്തുണയ്ക്ക് നന്ദി എന്ന് മേയർ പ്രതികരിച്ചു. വളരെ നാച്ചുറലായിട്ട് ഞാനിപ്പോൾ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്നെ വിളിച്ച് എനിക്ക് അനുമോദനം നൽകുന്ന അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും സ്വാഭാവികമായി നടത്തുന്ന ഒരു നന്ദി പറച്ചിൽ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ KRLCCയുടെ മീറ്റിംഗ് പോയപ്പോഴും അവിടെയും ആ രീതിയിലുള്ള ഒരു നന്ദി പറച്ചിലാണ് അവിടെ ഉണ്ടായത്. ഇപ്പോൾ ലത്തീൻ സഭയോട് മാത്രമല്ല, NSSനോടും SNDPയോടും മറ്റ് ഒരുപാട് വേർഷൻസ് ഉണ്ടല്ലോ, അവരോട് എല്ലാവരോടും പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചെല്ലുമ്പോഴും ഇതേപോലെ സംസാരിക്കാറുണ്ട്. 4 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു വേദിക്ക് താമരയുടെ പേര് നൽകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഡാലിയ എന്ന പേര് മാറ്റി വേദി 15-ന് താമര എന്ന് നൽകി. ആർക്കും വഴങ്ങിയിട്ടല്ല ഈ മാറ്റമെന്ന് മന്ത്രി പറഞ്ഞു. വേദി നമ്പർ 15 ഡാലിയ എന്നുള്ളത് മാറ്റി താമര. എല്ലാ പുഷ്പങ്ങളെയൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. പ്രത്യേകിച്ച് കാര്യമില്ല. താമര ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യമുണ്ട്. ഇതിലൊരു വിവാദ ചർച്ചയ്ക്ക് ഞങ്ങൾ പോകുന്നത്. സ്കൂൾ കലോത്സവ വേദിക്ക് ഒടുവിൽ താമരയുടെ പേര് നൽകാൻ സർക്കാർ തീരുമാനിച്ചത് സ്വാഗതാർഹമാണെന്ന് BJP മേഖലാ പ്രസിഡന്റ് A നാഗേഷ്. നേരത്തെ തന്നെ വിവേകബുദ്ധിയോടെ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരമൊരു തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന്റെ തുടക്കത്തിലുള്ള വിവാദം ഒഴിവാക്കാമായിരുന്നുവെന്നും നാഗേഷ് തൃശൂരിൽ പറഞ്ഞു. തൃശൂരിലെ കേരള കലോത്സവ വേദികൾക്ക് താമരയുടെ പേരൊഴിവാക്കിയ സർക്കാർ നടപടി പിൻവലിച്ച് താമരയുടെ പേര് ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ പ്രേരിതമായി തൃശൂരിൽ മറ്റ് പൂക്കളുടെ പേരുകൾ ഇട്ട സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിന്റെ പേരിൽ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയ നടപടി ഇന്നലെ വൈകുന്നേരം വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വിളിക്കുകയും ആ സമയത്ത് ഒരു കാരണവശാലും ഭാരതീയ ജനതാ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയുടെ പ്രചരണ വാഹനം കസ്റ്റഡിയിലെടുത്ത CBI. ചെന്നൈ പനയൂരിലെ TVK ആസ്ഥാനത്തു നിന്നാണ് വാഹനം പിടിച്ചെടുത്തത്. വാഹനം കരൂരിലെ CBI ക്യാമ്പ് ഓഫീസിലേക്ക് മാറ്റി. 2025 സെപ്റ്റംബറിൽ കരൂരിൽ നടന്ന TVKയുടെ രാഷ്ട്രീയ റാലിക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേരാണ് മരിച്ചത്. ദുരന്തത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളും മാനദണ്ഡങ്ങളുടെ ലംഘനവുമാണ് പ്രധാനമായും CBI പരിശോധിക്കുന്നത്. ജനുവരി 12-ന് ഡൽഹിയിൽ ഹാജരാകാൻ വിജയ്ക്ക് നേരത്തെ CBI നോട്ടീസ് അയച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും വീഴ്ച കാരണമാണ് കരൂരിൽ അപകടമുണ്ടായത് എന്നാണ് TVK വാദിക്കുന്നത്. വിജയുടെ വിടവാങ്ങൽ ചിത്രം ജനനായകന് വേണ്ടിയുള്ള പോരാട്ടം സുപ്രീം കോടതിയിലേക്ക്. UA സർട്ടിഫിക്കറ്റ് നിഷേധിച്ച നടപടിക്കെതിരെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് സുപ്രീം കോടതിയെ സമീപിച്ചു. മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന് എതിരെയാണ് ഹർജി. അതിനിടെ സെൻസർ ബോർഡിനെതിരെ നടൻ കമൽഹാസനും രംഗത്ത് വന്നു. വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല.
സിനിമയ്ക്ക് ഇതുവരെയും സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. കഴിഞ്ഞ ദിവസം പ്രദർശനാനുമതി നൽകിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ സിനിമയുടെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിനിടെ സെൻസർ ബോർഡിനെതിരെ നടൻ കമൽഹാസനും രംഗത്ത് വന്നു. ഒരുമിച്ച് ശബ്ദമുയർത്തേണ്ട സമയം എന്നായിരുന്നു കമൽഹാസന്റെ പ്രതികരണം. മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ വെളിപ്പെടുത്തലുമായി ജനനായകന്റെ നിർമ്മാതാവ് രംഗത്ത് വന്നിരുന്നു. സെൻസർ ബോർഡ് നീക്കങ്ങളിൽ അട്ടിമറി നടന്നു എന്നാണ് നിർമ്മാതാവിന്റെ ആരോപണം. നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നു. സെൻസർ ബോർഡ് ആദ്യം നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയ ശേഷവും സർട്ടിഫിക്കറ്റ് നൽകാതെ മനഃപൂർവ്വം റിലീസ് തടയുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ജനനായകന്റെ നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. ഇത് പരിഗണിച്ച ജസ്റ്റിസ് PT ആശ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ച് സെൻസർ ബോർഡ് നടപടികളെ വിമർശിക്കുകയും പ്രദർശനാനുമതി നൽകുകയുമായിരുന്നു. എന്നാൽ പിന്നാലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിനെ CBFC സമീപിക്കുകയായിരുന്നു. ഇതിൽ വാദം കേൾക്കവെയാണ് റിലീസിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ജനുവരി 21-നാണ് ഇനി ഹർജി പരിഗണിക്കുകയെന്നും കോടതി വ്യക്തമാക്കി. ജനുവരി 9-നായിരുന്നു ജനനായകന്റെ ആദ്യ റിലീസ് ഡേറ്റ്. പലയിടത്തും സിനിമയുടെ ബുക്കിംഗ് ഉൾപ്പെടെ ആരംഭിച്ചിരുന്നു. ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലെ ഡബ്ബ് ചെയ്ത പതിപ്പുകൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. റിലീസ് പ്രതിസന്ധികൾ നേരിടുന്നുവെങ്കിലും ജനനായകൻ ആദ്യ ദിനം തന്നെ വലിയ കളക്ഷൻ നേടുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. UDFന്റെ തിരിച്ചുവരവിന് കേരളത്തിൽ കളമൊരുങ്ങിയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഖത്തറിൽ പറഞ്ഞു. UDF ഭരണത്തിലെത്തിയാൽ പുതിയ വികസന സംരംഭങ്ങളിൽ പ്രവാസികളെ സജീവമായി പങ്കാളികളാക്കും. ലോകത്തുടനീളം പഠന കോഴ്സുകളും തൊഴിൽ രീതികളും മാറി. അതിനനുസരിച്ച് കേരളത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും സതീശൻ ദോഹയിൽ പറഞ്ഞു. ഖത്തറിലെ ഇൻഗ സംഘടിപ്പിച്ച കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദോഹയിലെ ഐഡിയൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇൻഗ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് പുറായിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നോർക്ക റൂട്ട്സ് ഡയറക്ടർ JK മേനോൻ, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ഇൻഗാസ് മുഖ്യ രക്ഷാധികാരി ഹൈദർ ചുങ്കത്തറ, ഉപദേശക സമിതി ചെയർമാൻ സമീർ ഏറാമല എന്നിവർ സംസാരിച്ചു. അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. തീരപ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾക്ക് അവിടെ ഉണ്ടാകുന്ന ജോലിയുടെ 1/3 കൊടുക്കണം, സംവരണം കൊടുക്കണം. സിംഗപ്പൂരിനെ പോലെ, സിയാറ്റിലിനെ പോലെ കേരളത്തിനൊരു പോർട്ട് സിറ്റിയായി മാറാനുള്ള സാധ്യതകളുടെ തുടക്കം UDF ഭരണകാലത്തുണ്ടാവും, മാറ്റമുണ്ടാവും. സൗദിയിലെ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന 6ാമത് റിയാദ് സീസൺ ആഘോഷങ്ങളിൽ ഇതുവരെ സന്ദർശകരുടെ എണ്ണം 1,20,00,000 കവിഞ്ഞു. പൊതുവിനോദ അതോറിറ്റി ചെയർമാൻ തുർക്കി ആലു ഷെയ്ഖ് വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം. മിഡിൽ ഈസ്റ്റ് മേഖലയിലെയും ലോകത്തെയും ഏറ്റവും വലിയ വിനോദ സീസൺ എന്ന സ്ഥാനമാണ് ഇതോടെ റിയാദ് സീസൺ കൈവരുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിൽ പൗരത്വ സുപ്രീം കമ്മിറ്റി നടത്തിയ പ്രത്യേക ചർച്ചയിൽ ഇരട്ട പൗരത്വം കയ്യിൽ വയ്ക്കുകയും വ്യാജരേഖകൾ ചമച്ചതുമായി ബന്ധപ്പെട്ട നിരവധി പേരുടെ കുവൈറ്റ് പൗരത്വം പിൻവലിക്കാനും തീരുമാനമായി. കഴിഞ്ഞ ജനുവരി 8-ന് ചേർന്ന കുവൈറ്റ് പൗരത്വ സുപ്രീം കമ്മിറ്റിയുടെ യോഗത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹവദ് യൂസുഫ് സൗദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. തെറ്റായ വിവരങ്ങൾ, കള്ളരേഖ ചമയ്ക്കൽ എന്നിവയിലൂടെ പൗരത്വം നേടിയെടുത്തവരുടെ കുവൈറ്റ് പൗരത്വം പിൻവലിക്കാനും തീരുമാനമായി. റിപ്പോർട്ടനുസരിച്ച് ചില കേസുകളിൽ പൗരത്വ നിയമലംഘനങ്ങളും തട്ടിപ്പുകളും കണ്ടെത്തിയതായി കമ്മിറ്റി വ്യക്തമാക്കി. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പൗരന്മാരെ തിരിച്ചറിയാനും തട്ടിപ്പിലൂടെ പൗരത്വം സ്വന്തമാക്കിയവരെ പിടികൂടാനുമാണ് പുതിയ നടപടി. കുവൈറ്റിൽ വിമാനാപകടങ്ങളും വിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കർശന നടപടികളോടെ നേരിടുമെന്ന് കുവൈറ്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ. വിമാന അപകടങ്ങളും ചെറിയ പിഴവുകളും നിർബന്ധമായും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ആൻഡ് ഇൻസിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് റിപ്പോർട്ടായി നൽകണമെന്നും പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ അറിയിച്ചു. അപകട സ്ഥലത്ത് വെച്ച് വിമാനമോ അതിന്റെ ഭാഗങ്ങളോ രേഖകളോ തെളിവുകളോ യാതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ മാറ്റുകയോ കൈകാര്യം ചെയ്യാനോ പാടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഉടൻ കൈമാറണമെന്നും വ്യവസ്ഥയിൽ നിർദ്ദേശമുണ്ട്. ഇത്തരത്തിൽ പ്രഥമ റിപ്പോർട്ട് ലഭിക്കുന്നതിലൂടെ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ എളുപ്പമാകും എന്നാണ് അധികൃതർ കരുതുന്നത്. സമൂഹമാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മേളനത്തിന് ദുബായിൽ തുടക്കമായി. 1 മില്യൺ ഫോളോവേഴ്സ് എന്ന പേരിലുള്ള സമ്മേളനം ദുബായ് ഫിനാൻഷ്യൽ എമിറേറ്റ്സ് ടവറിലും മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലുമായി നടക്കുന്ന 1 ബില്യൺ ഫോളോവേഴ്സ് സമ്മിറ്റിൽ 10,000-ഓളം പേർ പങ്കെടുക്കുന്നുണ്ട്.
UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉച്ചകോടിയിൽ സന്ദർശനം നടത്തി. സമൂഹമാധ്യമങ്ങളിൽ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുന്നവരെ UAEയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മെറ്റ, ഗൂഗിൾ, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് അടക്കമുള്ള സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. UAE ഗവൺമെന്റ് മീഡിയ ഓഫീസ് സംഘടിപ്പിക്കുന്ന ഉച്ചകോടി ജനുവരി 11 സമാപിക്കും. സൗദി അറേബ്യയിൽ ATMകളിലേക്ക് പണം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ആക്രമിച്ച് 30 ലക്ഷം റിയൽ കൊള്ളയടിച്ച കേസിലെ പ്രതിയുടെ വധശിക്ഷ നടപ്പിലാക്കി. യമൻ സ്വദേശി തുർക്കി അബ്ദുള്ള ഹസൻ അൽസ ഗഹ്റാനാണ് മക്ക പ്രവിശ്യയിൽ ശിക്ഷ നടപ്പാക്കിയത്. 2 വ്യത്യസ്ത സംഭവങ്ങളിലായാണ് ഇയാൾ കൊള്ള നടത്തിയത്. മണ്ണെണ്ണ ഹീറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സൗദി സിവിൽ ഡിഫൻസ്. വീടിന് പുറത്ത് ഹീറ്ററിൽ ഇന്ധനം നിറയ്ക്കുക, കുട്ടികൾ അതിലടുക്കുകയോ കളിക്കുകയോ ചെയ്യുന്നത് തടയുക, വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴോ ഉറങ്ങാൻ പോകുമ്പോഴോ അത് ഓഫ് ചെയ്യുക, ഫർണിച്ചറുകളിൽ നിന്നും നടപ്പാതകളിൽ നിന്നും അകലം പാലിക്കുക എന്നീ നിബന്ധനകൾ കർശനമായി പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ഡൽഹിയിലെ ബോസുമാരെ തൃപ്തിപ്പെടുത്താനാണ് പിണറായി ശ്രമിക്കുന്നത് എന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മാറാട് കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവിടെ രാഷ്ട്രീയ കച്ചവടത്തിന് വന്നത് പിണറായിയാണ്. ഇടതുപക്ഷം ഇതുവരെയും പരാജയത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നും KC വേണുഗോപാൽ കോഴിക്കോട് പറഞ്ഞു. ഈ പരാജയത്തിന്റെ പാഠം പഠിച്ചു. ഈ പരാജയത്തിന് ശേഷം CPM-ന്റെ ഒരുപാട് റിയാക്ഷൻസ് നമ്മൾ കണ്ടു. എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കരകയറിൽ ഇപ്പൊ കുറെ കാലമായി ചങ്ങാത്തമുള്ള ഡൽഹിയിലെ രാജാക്കന്മാരെ സന്തോഷിപ്പിക്കാനായിരിക്കാം. പക്ഷേ മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയാനാണ് ശ്രമിച്ചത് നിങ്ങളുടെ വാചകത്തിലൂടെ. ഭരണമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് CPM എന്നും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ പോലീസിന്റെ കാക്കയുടെ നിറം കാവിയായിരിക്കുമെന്നും ഷാഫി പറമ്പിൽ MP. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്ന് പറഞ്ഞവർ ഇന്ന് പച്ച വർഗീയത പറയുകയാണ്. പേര് AK ബാലൻ എന്നാണെങ്കിലും വിഭാഗീയത പറയുന്നതിൽ മൂത്തോനാണെന്നും ഷാഫി പറമ്പിൽ കോഴിക്കോട് പറഞ്ഞു. ഒരു ഭരണം മാറാനായി എന്ന് പറയുമ്പോഴത്തേക്കും ഭരണമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവരായി ഇവർ മാറുകയാണ്. മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്ന കവിത എഴുതി വെച്ചവൻ ഇപ്പോ തല തിരിഞ്ഞു നിന്ന് വർഗീയത പറയുന്നത് കാണുന്നത് കേരളം അറിയുന്നുണ്ട്. നിങ്ങളുടെ അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാൻ UDF-ന് മടിയില്ല എന്നും ജമാഅത്തെ വിമർശിച്ചാൽ മുസ്ലിം സമുദായത്തിനെതിരായ വിമർശനമാക്കി മാറ്റുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹിന്ദു മുസ്ലിം വർഗീയവാദം മതവുമായും വിശ്വാസവുമായും കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇവരുമായിട്ട് കൂടാൻ ഒരു മടിയുമില്ലാത്ത ഒരു മുന്നണിയാണ് ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന UDF. എന്നിട്ട് അതിൻ്റെ മേലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വ്യക്തമായി വിശദീകരിച്ചത്. CPM-ന് പരിഹാസവുമായി സാഹിത്യകാരൻ T പത്മനാഭൻ. ബംഗാളിൽ പണ്ട് ചുവപ്പ് കൊടി മാത്രമാണ് കണ്ടിരുന്നത്, പിന്നെ പോയപ്പോൾ ഒരു കൊടി പോലും കാണാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ ഹോട്ടലുകളിൽ മുഴുവൻ ജോലി ചെയ്യുന്നത് ബംഗാളികളാണ്. ഇതിനേക്കാൾ വലിയ വീഴ്ച ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും കാലത്ത് ബംഗാളിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെ നോക്കിയാലും ചുവപ്പ് കൊടി മാത്രമേ കാണുകയുള്ളൂ. റോഡ് സൈഡിൽ എഴുതി വച്ചിട്ടുള്ളതും വലിയ ബാനറുകളും പ്ലാക്കാർഡുകളും. കേരളത്തിന് വെട്ടിക്കുറച്ച 21,000 കോടി രൂപ പ്രത്യേക പാക്കേജായി അനുവദിക്കണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊണ്ടുവന്ന മാറ്റം സംസ്ഥാനങ്ങൾക്ക് അധിക സാമ്പത്തിക ഭാരമാണ് ഉണ്ടാക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ വിളിച്ച സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 28 മുതൽ ഏപ്രിൽ 2 വരെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. ഈ മാസം 29 സാമ്പത്തിക സർവേ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇരു സഭകളിലും അവതരിപ്പിക്കും. 2 ഘട്ടങ്ങളിലായിട്ടാണ് ബജറ്റ് സമ്മേളനം നടക്കുക.
നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നതിനാൽ സംസ്ഥാനങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് കേന്ദ്ര ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. സാമ്പത്തിക രംഗത്ത് വലിയ തകർച്ച ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചില തീരുമാനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തോട് കേന്ദ്രത്തിൻ്റെ സമീപനം കാരണം ഉണ്ടായിട്ടുണ്ട്. അതിനകത്തൊരു നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഇപ്പോഴത്തെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് 21,000 കോടി രൂപയാണ് ഈ വർഷം നമുക്കെല്ലാം കൂടി കുറഞ്ഞു. ഈ വർഷത്തെ ഞാൻ പറഞ്ഞത് ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിങ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ശബരിമല ADM ഡോക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് ചേർന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. മകരവിളക്ക് ദിനമായ 14-ാം തീയതി 30,000 പേർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ വഴി ദർശനം നടത്താൻ അനുമതിയുള്ളത്. സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർ ഉൾപ്പെടെ 35,000 പേരെ ദർശനത്തിന് അനുവദിക്കും. അന്നേ ദിനം രാവിലെ നിലയ്ക്കലിൽ നിന്നും രാവിലെ 10 മണിവരെയും പമ്പയിൽ നിന്നും 11 മണിവരെയും മാത്രമേ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടാവൂ എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കൂടുതൽ പോലീസുകാരെയും തിരുവാഭരണം കടന്നുവരുന്ന പാതയിൽ വിന്യസിക്കും. ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ നാളെ. ആകാശത്ത് കൃഷ്ണപരന്തിനെ കണ്ടാണ് അമ്പലപ്പുഴ സംഘം കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളൽ ആരംഭിക്കുക. വാവര് പള്ളിയിലെത്തുന്ന പേട്ട സംഘത്തെ പള്ളി ഭാരവാഹികൾ സ്വീകരിച്ച് പള്ളിയിലേക്ക് ആനയിക്കും. വാവരുടെ പ്രതിനിധിയുമായി ഇറങ്ങുന്ന പേട്ടതുള്ളൽ വലിയമ്പലത്തിൽ എത്തി സമാപിക്കും. ഉച്ചയ്ക്ക് ശേഷം നീലാകാശത്ത് തെളിയുന്ന വെള്ളി നക്ഷത്രത്തെ കണ്ട് പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ട കൊച്ചമ്പലത്തിൽ നിന്നും ആരംഭിക്കും. അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവരും പോയി എന്ന വിശ്വാസത്തിൽ വാവര് പള്ളിയിൽ കയറാതെയാണ് ആലങ്ങാട്ട് സംഘം വലിയമ്പലത്തിലേക്ക് നീങ്ങുക. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തർ പേട്ടതുള്ളൽ കാണാനായി എരുമേലിയിലെത്തും. വനിതാ പ്രീമിയർ ലീഗിൽ UP വാരിയേഴ്സിനെതിരെ ഗുജറാത്ത് ജയൻസിന് 10 റൺസിന്റെ ജയം. ഗുജറാത്ത് ഉയർത്തിയ 208 റൺസ് പിന്തുടർന്ന UP വാരിയേഴ്സ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 197 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 78 റൺസുമായി ലിച്ച്ഫീൽഡ് പൊരുതിയെങ്കിലും വിജയം നേടാനായില്ല. നേരത്തെ അർദ്ധ സെഞ്ചുറി നേടിയ ആഷ്ലി ഗാർഡനറുടെ മികവിലാണ് ഗുജറാത്ത് മികച്ച സ്കോർ നേടിയത്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.